സുപ്രഭാതം ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ അനദർ വ്ളോഗ്. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ആംനസ്റ്റിയുടെ പറ്റിയിട്ട് കുറച്ച് സംസാരിക്കും. എന്നുവെച്ചാൽ ഈ ആംനസ്റ്റിയുടെ ഒരു അപ്ഡേറ്റും കൂടി ഇന്നലെ വന്നിരുന്നു ഖലീജ് ടൈംസിൽ. എവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ആംനസ്റ്റിക്ക് വേണ്ടി കൊടുക്കാം അതിനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് പറയാനാണ് ഇന്ന് നമ്മൾ പോണത്. ഇന്ന് GDRFൻ്റെ വക അവർ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ മെയിൻ ടൈപ്പിംഗ് സെൻറ്റേഴ്സ് എവിടെയാണെന്നുള്ളത്. ഇന്നലത്തെ ഖലീജ് ടൈംസിൽ 29th വൈകുന്നേരം 5:30 ഈ ന്യൂസ് അവർ ഇറക്കിയത്. ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ മീഡിയ ഉള്ളതുകൊണ്ട് നമ്മൾക്ക് ഈ ന്യൂസുകളൊക്കെ കിട്ടുന്നു. അപ്പോൾ ഇന്നലത്തെ ന്യൂസിൽ രാത്രി ഓൾമോസ്റ്റ് ഞാൻ കൺഫേം ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ GDRF അവർ പറഞ്ഞിട്ടുണ്ട് ആമീർ സെൻറ്റേഴ്സിൽ, UAE ഏത് ആമീർ സെൻറ്റേഴ്സിൽ ചെന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് ആംനസ്റ്റിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ദുബായിൽ ഓൾമോസ്റ്റ് 86 ആമീർ സെൻറ്റേഴ്സ് ഉണ്ട്. അതല്ലാണ്ട് ഒരെണ്ണം നമ്മുടെ അവീറിലുണ്ട്. അപ്പോൾ ഈ 86 ആമീർ സെൻറ്റേഴ്സിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും നിങ്ങളുടെ വിസ സ്റ്റാറ്റസ് ചേഞ്ചോ, ആംനസ്റ്റി ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് വിസ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യണോ, അതോ നിങ്ങൾക്ക് ദുബായിൽ നിന്നോ അല്ലെങ്കിൽ UAE നിന്ന് നിങ്ങൾക്ക് തിരിച്ച് നാട്ടിൽ പോകണോ, അതൊക്കെ അവർ എല്ലാ ആപ്ലിക്കേഷൻസും ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആസ് പെർ GDRF അവർ പറയുന്നത് പറഞ്ഞാൽ ആമീർ സെൻറ്റേഴ്സിൽ പോകണതാണ് ഏറ്റവും നല്ലത്. കാരണം ദാറ്റ് ഈസ് ഗവൺമെൻറ് റെഗുലേറ്റഡ്, അതൊന്ന് കുറച്ചുകൂടി സേഫ് ആയിരിക്കും. അപ്പോൾ ഈ ആംനസ്റ്റിയിൽ പെടുന്ന കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒന്ന് റെസിഡൻസ് വിസ കഴിഞ്ഞവർ, പിന്നെ ടൂറിസ്റ്റ് വിസ എന്ന് വെച്ചാൽ വിസിറ്റ് വിസ. ടൂറിസ്റ്റ് വിസയും വിസിറ്റ് വിസയും സെയിം തന്നെയാണ്. ടൂറിസ്റ്റ് വിസ എക്സ്പയർ ആയവർ, പിന്നെ ഈവൻ കുട്ടികൾ ഇവിടെ ജനിച്ചവർ എന്ന് വെച്ചാൽ വിതൗട്ട് എനി ഡോക്യുമെൻറ്റ്സ് അവർ ജനിച്ചവർ, അവർക്ക് വരെ ഈ ആംനസ്റ്റി പ്രോഗ്രാം അവൈൽ ചെയ്യാൻ പറ്റും. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇല്ലീഗലി ഇവിടെ വന്ന ആൾക്കാർക്ക് ഈ ആംനസ്റ്റി പ്രോഗ്രാം അവൈൽ ചെയ്യാൻ പറ്റില്ല. ഇല്ലീഗലി എന്ന് പറഞ്ഞാൽ ഒരു ഡോക്യുമെൻറ്റും ഇല്ലാണ്ട് ഇവിടെ വന്ന ആൾക്കാർക്ക് ഈ ആംനസ്റ്റി പ്രോഗ്രാം അവൈൽ ചെയ്യാൻ പറ്റില്ല. ഈ ന്യൂസ് വന്നത് ഖലീജ് ടൈംസിലാണ് ഇന്നലെ 5:30. ഇതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വായിക്കാം ആരൊക്കെയാണ് ഇതിൽ കാറ്റഗറി, ആരൊക്കെ കാറ്റഗറി ഉണ്ട് ഇതിൽ ഇല്ലാത്തത് എല്ലാതും. പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുള്ളവർക്കും എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഓവർ സ്റ്റേ ആയ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇത്. അത് 2 മാസം. അപ്പോൾ മറ്റന്നാൾ പോലെ ഇത് തുടങ്ങും. അത് എത്രയും പെട്ടെന്ന് അവൈൽ ചെയ്യേണ്ടതാണ് നല്ലത്. അതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ കുറേ ആൾക്കാർ പിന്നെയും ചോദിക്കുന്നുണ്ടായിരുന്നു ബാൻ ഉണ്ടാവുമോ, ഇത് കൺട്രിയിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ ബാൻ ഉണ്ടാവുമോ, പിന്നെ ഇവിടെ തന്നെ വിസ ചെയ്യണവർക്ക് എന്ന് വെച്ചാൽ റിന്യൂ ചെയ്യണവർക്ക് അവർക്ക് ബാൻ ഉണ്ടാവുമോ. സത്യം പറഞ്ഞാൽ ആർക്കും ബാനില്ല. നിങ്ങൾ ഇവിടുന്ന് ദുബായ് വിട്ട് പോയി കഴിഞ്ഞാലും തിരിച്ചു വരണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തിരിച്ചു വരാം. അപ്പോൾ ദർ ഈസ് നോ ബാൻ ഇൻ ദിസ് ആംനസ്റ്റി പ്രോഗ്രാം. ചെക്ക് കേസ്, റെൻ്റൽ കേസ്, റെൻ്റൽ ഡിസ്പ്യൂട്ട്സ് ഇങ്ങനത്തെ ഉള്ള ആൾക്കാർ ഞാനിപ്പോഴും പറയണേ, ദേ ഹാവ് ടു ക്ലിയർ ദെയർ കേസ് ഫസ്റ്റ് ടു അവെയിൽ ദിസ് ആംനസ്റ്റി പ്രോഗ്രാം. പിന്നെ വേറൊരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ അതും ഞാൻ വായിച്ചു. നിങ്ങളിപ്പോൾ ഇവിടുന്ന് ദുബായ് വിട്ട് പോകണ്, ഈ ആംനസ്റ്റി പ്രോഗ്രാം എടുത്തിട്ട് ദുബായ് വിട്ട് പോകണ്. അപ്പോൾ ആംനസ്റ്റി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ 14 ദിവസം തരും നമ്മൾക്ക് ഇവിടുന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ 14 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആക്ച്വലി ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണം. നിങ്ങൾക്ക് 1 വേ ടിക്കറ്റ് എടുക്കണം. ആ 1 വേ ടിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ 14 ദിവസത്തിന് ഉള്ളിൽ നിങ്ങൾ പോകണം. അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് അതനുസരിച്ചിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ 14 ദിവസം കഴിഞ്ഞാൽ പിന്നെയും അത് നിങ്ങളുടെ പഴയ ഫൈന് നിങ്ങളുടെ സിസ്റ്റത്തിൽ വരും. അപ്പോൾ ആ ദിവസം നിങ്ങൾ ആംനസ്റ്റി അപ്ലൈ ചെയ്ത് പിന്നെ അതിൽ തന്നെ നിങ്ങൾക്ക് ആംനസ്റ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പേപ്പർ തരും. ആ പേപ്പറിൽ എഴുതിയിട്ടുണ്ടാവും എക്സിറ്റിൻ്റെ എന്ന് വെച്ചാൽ 14 ദിവസം. ആ 14 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ദുബായ് അല്ലെങ്കിൽ UAE നിങ്ങൾ വിടണം. വിട്ടില്ലെങ്കിൽ 15ാമത്തെ ദിവസം നിങ്ങളുടെ സെയിം ഫൈൻസ് തിരിച്ച് സിസ്റ്റത്തിൽ വരും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് പല ആൾക്കാരും ഉണ്ടാവും, അവരിൽ പൈസ ഉണ്ടാവില്ല. കാരണം ഓവർ സ്റ്റേ കാരണവും ജോലി ഇല്ലാത്തത് കാരണവും പലർക്കും പൈസ ഉണ്ടാവില്ല. ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കാര്യത്തിൽ അതിലും അവരൊരു ചെറിയ ഡിസ്കൗണ്ട് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആമീർ സെൻറ്ററിൽ തന്നെ ചെന്നിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ആംനസ്റ്റിയുടെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ നിങ്ങൾക്ക് ഫ്ലൈറ്റും ടിക്കറ്റും ബുക്ക് ചെയ്യാൻ പറ്റും. അവർ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആയിട്ടുള്ള 1 വേ ടിക്കറ്റിൻ്റെ ഫ്ലൈറ്റ് തരുന്നതായിരിക്കും, ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ തരുന്നതായിരിക്കും. അപ്പോൾ അവിടുന്ന് തന്നെ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാം ഡിസ്കൗണ്ടഡ് എമൗണ്ടിൽ. ഇത് സ്പെഷ്യലി ആംനസ്റ്റി പ്രോഗ്രാം ഉള്ളവർക്കാണ് ഉള്ളത്. ഡിസ്കൗണ്ടഡ് ഫ്ലൈറ്റ് ടിക്കറ്റ് 1 വേ ടു ഇന്ത്യ ഓർ ഫിലിപ്പീൻസ് ഓർ എനിവെയർ ഇൻ ദി വേൾഡ്. അപ്പോൾ 1-ാം തീയതി ഈ ആംനസ്റ്റി പ്രോഗ്രാം നിങ്ങൾ അവൈൽ ചെയ്യാം. നിങ്ങൾ ഈ കാറ്റഗറിയിൽ പെടുന്ന വെച്ചാൽ നിങ്ങൾ ഈ ആംനസ്റ്റി പ്രോഗ്രാം അവൈൽ ചെയ്യാം. 2 മാസത്തെ സമയമുണ്ട്. പക്ഷേ 2 മാസം ഉണ്ടെന്നും പറഞ്ഞ് വെച്ചിരിക്കരുത്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ചെയ്യുക. 1-ാം തീയതി മുതൽ ഡെഫിനറ്റ്ലി എല്ലാ ആമീർ സെൻറ്റേഴ്സും നല്ല പാക്ഡ് ആയിരിക്കും, നല്ല തിരക്കുണ്ടാവും. എനിക്കറിയാം. കാരണം ഞാൻ തന്നെ സിറ്റി സെൻറ്റർ ദേരയിൽ ഇങ്ങനെ ആംനസ്റ്റി പ്രോഗ്രാം എല്ലാം അവർ ഒരു ഇതിന് വേണ്ടിയിട്ട് വിളിച്ചിരുന്നു. പക്ഷേ അത് ഫുള്ള് പാക്ഡ് ആയിരുന്നു.
ഇപ്പോൾ പാൻഡമിക് കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് തന്നെ അറിയാം. എത്ര ആൾക്കാരുടെ ബിസിനസ് പൊളിഞ്ഞു, എത്ര ആൾക്കാരുടെ ജോലി പോയി, എത്ര ആൾക്കാർ വിസ ഇല്ലാണ്ട് ഇപ്പോഴും ഇവിടെ ജീവിക്കണു, ടൂറിസ്റ്റ് വിസക്കാർ വരെ പെട്ടിട്ടുണ്ട് പൈസ ഇല്ലാഞ്ഞിട്ട്. എല്ലാ പ്രശ്നങ്ങളും പൈസയുടെ കാരണമാണ്. പൈസ ഇല്ലാത്ത കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സ്റ്റേറ്റസ് ക്ലിയർ ചെയ്യാം. ഇവിടുന്ന് എക്സിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ജോലി കിട്ടുന്ന വെച്ചാൽ വേറെ ജോലിക്ക് അപ്ലൈയും ചെയ്യാം. അപ്പോൾ അതായിരുന്നു നമ്മുടെ ആംനസ്റ്റി അപ്ഡേറ്റ്. ഇന്ന് പിന്നെ ഞാൻ അധികം നടക്കാനൊന്നും ഇറങ്ങിയില്ല. ഞാൻ വിചാരിച്ചു ഇതിനെ പറ്റിയിട്ട് തന്നെ നിങ്ങളോട് ആദ്യം ഇത് അപ്ഡേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിൽ പരിപാടികൾക്ക് കടക്കാം. ഇപ്പോൾ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് കണ്ടിന്യൂസ്ലി നമ്മൾ വാക്കിംഗ് ചെയ്യണമുണ്ട്, വിഗറസ് വാക്കിംഗ് ചെയ്യണമുണ്ട്. 5 കിലോമീറ്റർ ഡെയിലി ഞാൻ ചെയ്യണത്. അപ്പോൾ ഒരു ദിവസം നമ്മൾക്ക് റെസ്റ്റ് കൊടുക്കണം എന്തായാലും. ഞാനിത് പുറത്ത് വെച്ചിട്ടേ വ്ളോഗിങ് ചെയ്യാറുള്ളൂ. കാരണം എൻ്റെ ഫ്രണ്ട് കിടന്ന് ഉറങ്ങണമുണ്ട്, അവനെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ രാവിലെ തന്നെ എനിക്ക് ഞാൻ ഈ വ്ളോഗിങ് ചെയ്യണത്. ഒരു പ്രാവശ്യം നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം പോലെ നമുക്ക് വ്ളോഗിങ് എവിടെ വെച്ചിട്ടായാലും നമ്മളെ ഫ്രീഡം ഉണ്ട്, നമുക്ക് എവിടെ വെച്ചാലും പോകാം. അതനുസരിച്ച് വ്ളോഗിങ് ചെയ്യാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞാൻ ഒരു സംഭവം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ടാവും. ഞാൻ സിനിമാറ്റോഗ്രാഫിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ എന്ന് പറഞ്ഞാൽ പൈസ ഒന്നും കൊടുത്തിട്ടില്ല. യൂട്യൂബ് വഴിയും പിന്നെ കുറേ വെബ്സൈറ്റ് വഴിയും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ കയ്യിലുള്ളത് Xiaomi 14 Ultra ക്യാമറയാണ്. ഇതിൽ പ്രോ മോഡ് ഉണ്ടായിരുന്ന പോലും എനിക്ക് അറിഞ്ഞിട്ടായിരുന്നു. പിന്നെ സിനിമ മോഡുണ്ട്, അതായിരുന്നു ഞാൻ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇതിൽ പ്രോ മോഡ് എന്ന് പറയുന്ന സംഭവമുണ്ട്. പ്രോ മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഫഷണലി വീഡിയോഗ്രാഫി ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. 4K 8K വരെ നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ 4Kയിലാണ് പ്രോ മോഡ് ഉള്ളത്. അപ്പോൾ അതിൽ കൂടെയാണ് ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്യുന്നതും. ഇത് പിന്നെ കളർ ഗ്രേഡിങ്ങിന് മെയിൻ നമ്മളെ സിനിമാറ്റോഗ്രാഫിയിലുള്ളത്. അതൊരു ആർട്ടാണ്, അതൊരു കലയാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണുന്ന ഈ വീഡിയോ ഞാൻ ആക്ച്വലി പ്രോ മോഡിൽ ഷൂട്ട് ചെയ്തതാണ് എല്ലാതും. പ്ലസ് ഇത് ഡാവിൻഷി റിസോൾവ് 19, ഇപ്പോൾ പുതിയ സോഫ്റ്റ്വെയർ ഡാവിൻഷി റിസോൾവ് 19 കംപ്ലീറ്റ്ലി ഫ്രീയാണ്. പക്ഷേ നിങ്ങൾക്ക് സ്റ്റുഡിയോ വെർഷൻ വേണമെന്ന് അത് ഒരു 1 ടൈം പേയ്മെൻറ്റ് ചെയ്തിട്ടും എടുക്കാൻ പറ്റും. അത് 18 തുടങ്ങിയാണ് ഞാൻ പഠിക്കാൻ. ഇപ്പോൾ ഡാവിൻഷി റിസോൾവ് 19 ആയി. അപ്പോൾ അതും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രോ മോഡിൽ എങ്ങനെ കളർ ഗ്രേഡ് ചെയ്യാൻ പറ്റും ഡാവിൻഷി റിസോൾവ് അതും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണുന്ന ഈ വീഡിയോ എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറ. കാരണം ഞാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ് എനിക്ക് ഈ വീഡിയോഗ്രാഫി. പണ്ട് ഓഡിയോ ആയിരുന്നു, ഇപ്പോഴും ഉണ്ട് ഓഡിയോ. പക്ഷേ വീഡിയോഗ്രാഫിയും കൂടി പഠിക്കുന്ന എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിത് എൻ്റെ ഈ ടെൻഷനും സ്ട്രെസ്സും മാറ്റാൻ വേണ്ടിയിട്ട് കൂടുതലും ഞാൻ ചെയ്യണത് എന്തെങ്കിലും പഠിക്കാം. അപ്പോൾ അതാണ് ഞാൻ പലരോടും പറഞ്ഞത്. കുറേ ആൾക്കാരോട് ചോദിച്ചു നിങ്ങളുടെ സ്ട്രെസ്സ് മൂമെൻറ്റ്സ് എങ്ങനെയാണ് ഇങ്ങനെ ഓവർകം ചെയ്യണത്. എൻ്റെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ബേസിക്കലി ഇരുന്നിട്ട് എന്തെങ്കിലും പുതിയ സംഭവങ്ങൾ പഠിക്കും, വിച്ച് ഐ പേഴ്സണലി ലൈക്ക്. അപ്പോൾ എനിക്ക് വീഡിയോഗ്രാഫി ഭയങ്കര ഇഷ്ടമുണ്ട്, ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ്. ഫോട്ടോഗ്രാഫി അത്രയില്ല, എന്നാലും വീഡിയോഗ്രാഫിയിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. അപ്പോൾ സിനിമാറ്റോഗ്രാഫി, കളർ ഗ്രേഡിങ്, അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഐ ആം എ ബിറ്റ് സ്ട്രെസ് ഫ്രീ. ഇന്ന് നല്ല അടിപൊളി ഹ്യൂമിഡിറ്റി ഉണ്ട്. എന്നുവെച്ചാൽ ഞാൻ നടക്കാണ്ട് പോലും നല്ലോണം വേർക്കുന്നുണ്ട്. ഞാൻ അത്രയും ഹ്യൂമിഡിറ്റി എന്നുള്ളത് ദുബായിൽ ഒന്നും പറയണ്ട. ഭയങ്കര മഞ്ഞ് മാതിരി നന്നായി നടക്കാൻ പോകാതെ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഹ്യൂമിഡിറ്റി കൂടിയപ്പോൾ ഇന്നും 54% ഇങ്ങനെ ഹ്യൂമിഡിറ്റി കൂടിയപ്പോൾ നടക്കാൻ പോയിട്ട് എനിക്ക് ശ്വസിക്കാൻ പോലും പറ്റിയില്ല. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് അവോയ്ഡ് ചെയ്യുക. ഇങ്ങനത്തെ ഹ്യൂമിഡിറ്റിയിൽ ആക്ച്വലി എക്സസൈസ് ചെയ്യാൻ പാടില്ല എന്നാണ് തോന്നുന്നത്. ബിക്കോസ് യു ഡോണ്ട് ഫീൽ ഗുഡ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇന്ന് ഞാൻ ആക്ച്വലി എക്സസൈസോ വാക്കിങ്ങിനോ ഞാൻ പോയിട്ടില്ല. എൻ്റെ പ്രശ്നം ഇതുവരെ സോൾവ് ആയിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ക്യാഷ് കിട്ടാണ്ട്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ പോകണമെന്ന് വിചാരിച്ചായിരുന്നു. ഇന്നലെ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ അവിടെ പോയിട്ട് അവനോട് സംസാരിക്കും. കാരണം ഇനി നാളെ ഒരു ദിവസം കൂടിയുള്ളൂ, അത് കഴിഞ്ഞ് ആംനസ്റ്റി തുടങ്ങും. അപ്പോൾ എൻ്റെ കേസ് കഴിയാണ്ട് എനിക്ക് ആംനസ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഞാൻ ഈ അപ്ഡേറ്റ് തരുമെന്ന് പറഞ്ഞാൽ, കാരണം ഞാനും നിങ്ങളുടെ മാതിരി കുറേ ആൾക്കാരുണ്ട് നമ്മളുടെ മാതിരിയുള്ള സിറ്റുവേഷനിൽ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഡെയിലി പഠിച്ചുകൊണ്ടിരിക്കുക. കാരണം എനിക്കിവിടുന്ന് രക്ഷപ്പെടണം. എനിക്കിവിടെ വിസ എടുത്തിട്ട് റിന്യൂ ചെയ്തിട്ട് നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യണം. അപ്പോൾ അത് ഞാൻ പല ആൾക്കാർ എൻ്റെ മാതിരി ഞാൻ പറഞ്ഞില്ല, ഞാൻ എമിഗ്രേഷൻ ഓഫീസിൽ പോയപ്പോൾ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അവരെ കണ്ടപ്പോൾ എന്നെ എനിക്ക് പാവം തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും വിചാരിച്ചത് ഈ ചാനൽ കൂടെ എൻ്റെ പ്രശ്നങ്ങളുടെ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ ഞാൻ എങ്ങനെ അത് സോൾവ് ചെയ്യണം എന്ന് കാണിച്ചു തന്നാൽ കുറച്ചൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിട്ട് ആൾക്കാർക്ക് അത് തോന്നും. ചിലർ പേടി കാരണം പോകാറില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ പറയാനുള്ളത് പേടിക്കരുത്. നിങ്ങൾ നേരെ 1-ാം തീയതിയോ 2-ാം തീയതിയോ, പക്ഷേ 1-ാം തീയതി പോകേണ്ട വെച്ചാൽ അത്രയും നല്ലത്. തിരക്കായിരിക്കും, പക്ഷെ എന്നാലും നമ്മളുടെ കാര്യമല്ല, നമ്മൾക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 1-ാം തീയതി ഡയറക്റ്റ്ലി നിങ്ങൾ ആമിർ സെൻറ്ററിൽ പോവുക, പിന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യണത് Xiaomi 14 Ultra'യിലാണ്. എൻ്റെ പല വ്ളോഗും ഞാൻ ചെയ്യണത് Xiaomi 14 Ultra'യിലാണ്. പിന്നെ അതിന് മാതിരി എൻ്റെ ഡാവിൻഷി റിസോൾവിലാണ് ഞാൻ എഡിറ്റ് ചെയ്യാറും പിന്നെ അതിൻ്റെ കളർ ഗ്രേഡിങ്ങും ചെയ്യണത്. കളർ ഗ്രേഡിങ് ആദ്യം ചെയ്തിരുന്നില്ല അധികം, നേരെ ഷൂട്ട് ചെയ്യുക പിന്നെ ഇടുക അങ്ങനെയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ കളർ ഗ്രേഡിങ്ങിലേക്ക് കടന്നു തുടങ്ങി. കുറേണ്ണം നന്നായിട്ട്, കുറേണ്ണം പിന്നെ നമ്മൾ കാണുമ്പോൾ അത് അത്രയും ശരിയായിട്ടില്ല. പക്ഷേ
ഇപ്പോൾ കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് വന്നു തുടങ്ങി. നമ്മൾ ഡെയിലി ഇതിനെ പറ്റിയിട്ട് പഠിക്കുമ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോഴും നല്ലൊരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ പറയുക കമൻറ്റ് ബോക്സിൽ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട്, ഇതിൻ്റെ കളർ എങ്ങനെയുണ്ട്. സിനിമാറ്റിക് ആയിട്ടുള്ള ഷൂട്ട് ചെയ്യാനാണ് എൻ്റെ പരിപാടി ഇനി മുതൽ. വ്ളോഗ്സ് സ്പെഷ്യലി സിനിമാറ്റിക് വ്ളോഗായിട്ടാണ് ഞാൻ ഫ്യൂച്ചറിൽ നോക്കണത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ പറയുക കമൻറ്റ് ബോക്സിൽ ഈ ക്വാളിറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ. ഭയങ്കര ചൂട്, പുറത്തു നിന്ന് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത്ര ഈസിയായ കാര്യമല്ല. എന്നാൽ സമയം എത്രയായി? രാവിലെ 6:50. 6:50 ഇത്രയും ചൂടെന്ന് പറഞ്ഞാൽ ഞാൻ വേർത്ത് കുളിച്ച്, വർക്കൗട്ട് ചെയ്യാണ്ട് നിന്ന് ഞാൻ വേർത്ത് കുളിച്ച്. അപ്പോൾ ഇത് നമ്മുടെ ഡേ 3 ബേസിക്കലി വ്ളോഗിങ്ങിൻ്റെ 2 ദിവസത്തെ വ്ളോഗിങ് കഴിഞ്ഞു. എൻ്റെ കണ്ടിന്യൂസ് 30 days വ്ളോഗിങ് ആണ് നമ്മളുടെ ചാലഞ്ച്. അത് ഞാൻ നിർവഹിക്കും, ചെയ്യണം. ഒരു ചൊല്ലുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ്ലി എന്തെങ്കിലും 28 days കണ്ടിന്യൂസ്ലി ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഹാബിറ്റായിട്ട് മാറും. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ വ്ളോഗിങ് ഞാൻ നോക്കുന്നത് പറഞ്ഞാൽ ഒരു ഫ്യൂച്ചർ ഇൻകമും കൂടിയായിട്ടാണ് ഞാൻ നോക്കുന്നത്. കാരണം എൻ്റെ ഓൾറെഡി ഒരു ചാനലുണ്ട്, അതിൽ കൂടെ എനിക്ക് ഇൻകം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നാളെ ഞാൻ കുറച്ചും കൂടി സർവൈവ് ചെയ്ത് പോകുന്നത്. അറ്റ്ലീസ്റ്റ് ഗ്രോസറിക്ക് വേണ്ടിയിട്ടുള്ള പൈസയെങ്കിലും അതിൽ നിന്ന് വരുന്നുണ്ട്. ഈ ചാനൽ തുടങ്ങിയിട്ട് 1000 സബ്സ്ക്രൈബേഴ്സായി, പ്ലസ് മോണിറ്റൈസേഷനായി. അപ്പോൾ ഇനിയും നമ്മൾ പിന്നിൽ നോക്കിയിട്ട് കാര്യമില്ല, മുന്നോട്ട് തന്നെ കിടക്കാം. പല യൂട്യൂബേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ സ്പെഷ്യലി സക്സസ്ഫുൾ ആയ യൂട്യൂബേഴ്സ്, അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഫുള്ള് അവരുടെ ഇൻകം എല്ലാതും വരുന്നത് യൂട്യൂബിൽ നിന്ന് തന്നെയാണ്. സോ യൂട്യൂബ് ഈസ് ഓൾസോ എ ഗുഡ് പ്രോഗ്രാം ഫോർ യുവർ ഏർണിംഗ്. എൻ്റെ യൂട്യൂബ് ചാനലിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് എന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ എങ്ങനെ നിങ്ങൾക്ക് വീഡിയോസ് ഉണ്ടാക്കാം, വ്ളോഗ്സ് ഉണ്ടാക്കാം, പിന്നെ അതുമാതിരി തന്നെ അത് നിങ്ങൾക്ക് എങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരാം, ഞാൻ എങ്ങനെയാണ് വ്ളോഗിങ് ചെയ്യണത്, ഞാൻ എന്താ ഉപയോഗിക്കുന്നത്, ഏത് ക്യാമറാസാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അതിനെ പറ്റിയിട്ട് എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ ചാനൽ കൂടെ തരുന്നതായിരിക്കും. അതും എൻ്റെ ഒരു പാർട്ട് ഓഫ് ജേർണി ആയിട്ട് തന്നെ കരുതിക്കോ നിങ്ങൾ. കാരണം യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾസോ നോട്ട് എൻ ഈസി തിങ്. ബേസിക്കലി യു ഹാവ് ടു വർക്ക് ഫോർ ഇറ്റ്. രാവിലെ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എഡിറ്റിംഗ് വരെ, പിന്നെ റിലീസ് വരെ അറ്റ്ലീസ്റ്റ് ഒരു 5-6 മണിക്കൂറെങ്കിലും അതിന് നമ്മൾക്ക് ശരിക്കും വേണം. ആ സമയം നമ്മൾ കൊടുക്കുന്ന പറഞ്ഞാൽ ഒരു ജോലി തന്നെയാണ്. അതുകൊണ്ടാണ് പല യൂട്യൂബേഴ്സും ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബേഴ്സ് അവർ കൺസിസ്റ്റൻസി കാരണമാണ് അവർ സക്സസ്ഫുൾ ആയത്. എന്ത് നമ്മൾ ജോലി ചെയ്താലും അതിൽ ആ കൺസിസ്റ്റൻസി കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട്സ് നമ്മൾക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ഇനി മുതൽ ഫ്യൂച്ചറിലുള്ള എൻ്റെ വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് കുറേ എൻ്റെ യൂട്യൂബിനെ പറ്റിയിട്ടുള്ള പ്രൊഡക്ഷനും, പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറയും, പിന്നെ നമ്മൾക്ക് എങ്ങനെ ഷൂട്ട് ചെയ്യാം പ്രോ മോഡിലും പിന്നെ നോർമൽ മോഡിലും വ്ളോഗിൻ്റെ അതിനെ പറ്റിയിട്ടുള്ള കുറേ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് എന്ന് വെച്ചാൽ പ്ലീസ് കമൻറ്റ് ബോക്സിൽ പറയുക. ഇഫ് യു വാണ്ട് ടു സീ ദോസ് കൈൻഡ് ഓഫ് വീഡിയോസ് ജസ്റ്റ് ലെറ്റ് മീ നോ. ഇപ്പോൾ കുറച്ച് ഒരു കാറ്റൊക്കെ വന്നു തുടങ്ങി. കാറ്റ് വരുമ്പോൾ നമ്മുടെ വേർപ്പിൽ കൊള്ളുമ്പോൾ നല്ലൊരു സുഖം, നല്ലൊരു തണുപ്പ്. അപ്പോൾ ഗായ്സ് ഇന്നത്തേക്ക് ഇത്രയും മാത്രം. ആംനസ്റ്റി പ്രോഗ്രാമിൻ്റെ ഞാൻ പറഞ്ഞ മാതിരി 86 സെൻറ്റേഴ്സ് ഉണ്ട് UAE. പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് 1-ാം തീയതി മുതൽ നവംബർ എൻഡ് വരെ ഉണ്ട് ഇത്. അപ്പോൾ ആ 2 മാസത്തിനുള്ളിൽ നിങ്ങളുടെ സ്റ്റേറ്റസ് ക്ലിയർ ആക്കുക. എല്ലാ ഡീറ്റെയിൽസും ഞാൻ എൻ്റെ 2-3 വീഡിയോ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഫൈനലായിട്ടുള്ള വീഡിയോ ഉണ്ട്, കാരണം മറ്റന്നാൾ മുതൽ അവർ തുടങ്ങാൻ പോകുന്ന ആംനസ്റ്റി. അപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങൾ അവൈൽ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ അത് പ്രശ്നമായിട്ട് മാറും. അഗെയിൻ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് 14 ദിവസം നിങ്ങൾക്ക് എക്സിറ്റ്, നിങ്ങൾ ഇവിടുന്ന് വിട്ട് പോകണമെന്ന് വെച്ചാൽ 14 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇവിടുന്ന് വിട്ട് പോകണം. പോയില്ലെങ്കിൽ പിന്നെ ആ സെയിം പ്രൈസ്, സെയിം നിങ്ങളുടെ ഫൈൻ തിരിച്ച് നിങ്ങളുടെ സിസ്റ്റത്തിൽ വരും. എമിറേറ്റ്സ് ഐഡിയിലോ നിങ്ങളുടെ വിസ കോപ്പിയിലോ എന്ന് വെച്ചാൽ നമ്പർ, നിങ്ങളുടെ വിസയുടെ നമ്പർ ഉണ്ട്, അപ്പോൾ അതിൽ വരും, നിങ്ങളുടെ സിസ്റ്റത്തിൽ അത് വരും. അപ്പോൾ 14 ദിവസത്തിനുള്ളിൽ ഇവിടുന്ന് പോണതായിരിക്കും നല്ലത്. ഇന്നത്തെ വ്ളോഗ് ഇത്രയും മാത്രം ഇവിടെ നമുക്ക് വെച്ച് നിർത്താം. കാണാം നമ്മൾക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ഡു നോട്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്. നിങ്ങൾ പുതിയതാണെന്ന് വെച്ചാൽ ഇഫ് യു ലൈക്ക് മൈ കണ്ടൻറ്റ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്. എന്തെങ്കിലും പിന്നെ നിങ്ങൾക്ക് അറിയണമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇടാം. ആൻഡ് ഐ വിൽ ഡെഫിനറ്റ്ലി try to keep in touch with you through the comments. Thank you guys. See you. Bye.